ഹലോ ഗൈസ്, ഇന്ന് കളറ് പോയൊരു ഡ്രസ്സ് എങ്ങനെ പുതിയതാക്കിയെടുക്കാമെന്ന് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. മോളുടെ ബർത്ത്ഡേക്ക് വാങ്ങിയൊരു ഡ്രസ്സായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് വേർപ്പായ സ്ഥലത്തൊക്കെ ഇങ്ങനെ കളറ് പോയിട്ടുണ്ട്. നെറ്റിൻ്റെ ഡ്രസ്സാണ്. അപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ തിരഞ്ഞപ്പോൾ കഥം ഡൈ കളറിൻ്റെ മിക്സ് എനിക്ക് കിട്ടിയിട്ടോ. ഞാൻ 320 രൂപയാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്, ഇതിൽ കുറേ ഷെയ്ഡുകൾ വരുന്നുണ്ട് കേട്ടോ. അതിൽ ലാവൻഡർ 06 എന്നൊരു ഷെയ്ഡാട്ടോ ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം ചൂടാക്കണം കേട്ടോ. അപ്പോൾ നെറ്റിൻ്റെ ഫാബ്രിക് ജോർജറ്റൊക്കെ ഇടുമ്പോൾ നമ്മളതിൽ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കണം. പിന്നെ നമ്മൾ ഈ കളർ മിക്സ് ചെയ്യുക. കളർ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരണം കേട്ടോ. 80 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വേണം കേട്ടോ നമ്മൾ അതിലുള്ള ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ട്. അപ്പം ഞാനതിൽ അതേപോലെ തന്നെ മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം കളറ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കളറ് ചൂടായി കഴിഞ്ഞാൽ ഈ ഡ്രസ്സൊന്ന് നനയ്ക്കണം. നമ്മൾ ഏത് ഡ്രസ്സാണ് നമ്മളിതിൽ മുക്കാൻ ഉപയോഗിക്കുന്നത് ആ ഡ്രസ്സൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. നോർമൽ വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ച ഈ ഡ്രസ്സാട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടില്ലേ, ഈ കളറാണ്. അപ്പം ഇതൊന്ന് കളറ് മാറ്റണം. നല്ല കളറ് പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബിഫോർ ഫോട്ടോ വീഡിയോയും എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടോ. ഞാൻ സോക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പം കുഴപ്പമില്ല. അപ്പം നമ്മൾ ഈ ഡ്രസ്സ് കളറിലേക്ക് മുക്കി വെക്കുക കേട്ടോ. നല്ല മുക്കി വെച്ചിട്ട് ഒരു 20 to 25 മിനിറ്റ് വരെ ഇതൊന്ന് ചൂടായി വരണം കേട്ടോ. നന്നായിട്ട് ഇത് എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കളറൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ വാട്ടർ എടുക്കുക, അതിലേക്ക് ഇതിൻ്റെ ഡൈ ഫിക്സിൻ്റെ ഒരു പാക്കറ്റ് പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. ഒഴിച്ചതിന് ശേഷം ഈ ഡ്രസ്സ് നമ്മളൊരു 15 മിനിറ്റ് വരെ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. 15 മിനിറ്റിന് ശേഷം നമ്മൾ വെള്ളം ഒഴിവാക്കിയിട്ട് കളറ് പോകുന്നത് ക്ലിയർ വാട്ടർ ആവുന്നവരെ നമ്മൾ നോർമൽ വാട്ടറിൽ നമ്മൾ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കളറൊക്കെ പോയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല മഴയാട്ടോ. അപ്പോൾ അത് തണലത്ത് വെച്ച് ഉണക്കാനാണ് പറഞ്ഞത്. അപ്പം മഴ ആയതുകൊണ്ട് എനിക്ക് ഉണക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, വാഷിംഗ് മെഷീനിൽ വെച്ചിട്ട് തന്നെയാണ് ഉണക്കിയെടുത്തത് കേട്ടോ. ഡ്രയറിലിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കുകയാണ്. ഉണക്കിയതിന് ശേഷം ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം പഴയ ഡ്രസ്സും മങ്ങിയതായ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളർ മാറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.